يا الله ربي اغفر يا الله ارحم يا الله ربي اغفر يا الله ارحم يا الله ربي اغفر يا الله അൽഹംദുലില്ലാഹ് നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ തേടുന്നു. അഖില ചരാചര നായകനല്ല പാപിയ കൈകൾ നീട്ടുന്നു. ആലങ്ങളാകെ പോറ്റി വളർത്തും റബ്ബേ നിന്നോടുരയുന്നു. അകവും പുറവും അറിയുന്നവനെ നിന്നോടായി ഞാൻ കേടുന്നു. ഇർഹം യാ അല്ലാഹ് റബ്ബി ഇഗ്ഫിർ യാ അല്ലാഹ് ഇർഹം യാ അല്ലാഹ് റബ്ബി ഇഗ്ഫിർ യാ അല്ലാഹ് ഇർഹം യാ അല്ലാഹ് റബ്ബി ഇഗ്ഫിർ യാ അല്ലാഹ്. ആദ്യവും അന്ത്യവും നീയാണല്ലോ, ആലവും നീയാണല്ലോ. ആഹിറ ജീവിത ശോഭനമാക്കാൻ ആലമുലൈനായല്ലോ. നീട്ടിടുവേ നീ എന്നുടെ മുൻപിൽ ജഗുകളിൽ വീഴ്ത്തും സുബ്ഹാനെ. നിന്നിലൊരാശയം ആശ്രയമില്ല, ഇല്ലൊരു താനും പറുതാനെ. ഇർഹം യാ അല്ലാഹ് റബ്ബി ഇഗ്ഫിർ യാ അല്ലാഹ് ഇർഹം യാ അല്ലാഹ് റബ്ബി ഇഗ്ഫിർ യാ അല്ലാഹ് ഇർഹം യാ അല്ലാഹ് റബ്ബി ഇഗ്ഫിർ യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ തേടുന്നു. അഖില ചരാചര നായകനല്ല പാപിയ കൈകൾ നീട്ടുന്നു. ആലങ്ങളാകെ പോറ്റി വളർത്തും റബ്ബേ നിന്നോടുരയുന്നു. അകവും പുറവും അറിയുന്നവനെ നിന്നോടായി ഞാൻ കേടുന്നു. ഇർഹം യാ അല്ലാഹ് റബ്ബി ഇഗ്ഫിർ യാ അല്ലാഹ് ഇർഹം യാ അല്ലാഹ് റബ്ബി ഇഗ്ഫിർ യാ അല്ലാഹ് ഇർഹം യാ അല്ലാഹ് റബ്ബി ഇഗ്ഫിർ യാ അല്ലാഹ്. ശുക്രൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇന്നപ്പോ വുളൂനെ പറ്റി പഠിക്കാം. ബിസ്മി ചൊല്ലി കൈപ്പടങ്ങൾ ആദ്യമായി കഴുകണം, ആദ്യമായി കഴുകണം. ബിസ്മി ചൊല്ലി കൈപ്പടങ്ങൾ ആദ്യമായി കഴുകണം, ആദ്യമായി കഴുകണം. പിന്നെ വെള്ളം വായയിൽ നിറച്ചു കുലുക്കുലുക്കണം, നിറച്ചു കുലുക്കുലുക്കണം. പിന്നെ വെള്ളം വായയിൽ നിറച്ചു കുലുക്കുലുക്കണം, നിറച്ചു കുലുക്കുലുക്കണം. കൂടെ മൂക്കിൽ വെള്ളമാക്കി നല്ലവണ്ണം ചീറ്റണം, നല്ലവണ്ണം ചീറ്റണം. കൂടെ മൂക്കിൽ വെള്ളമാക്കി നല്ലവണ്ണം ചീറ്റണം, നല്ലവണ്ണം ചീറ്റണം. പിന്നെ കൊച്ചു പൂമുഖം ഭംഗിയായി കഴുകണം, ഭംഗിയായി കഴുകണം. പിന്നെ കൊച്ചു പൂമുഖം ഭംഗിയായി കഴുകണം, ഭംഗിയായി കഴുകണം. പിന്നെ രണ്ടു കൈകളും മുട്ടടക്കം കഴുകണം, മുട്ടടക്കം കഴുകണം. പിന്നെ രണ്ടു കൈകളും മുട്ടടക്കം കഴുകണം, മുട്ടടക്കം കഴുകണം. പിന്നെ കൊച്ചു കൈകളാൽ തലമുഴുക്ക തടവണം, തലമുഴുക്ക തടവണം. പിന്നെ കൊച്ചു കൈകളാൽ തലമുഴുക്ക തടവണം, തലമുഴുക്ക തടവണം. കൂടെ തങ്കക്കാതുകൾ മെല്ലെ മെല്ലെ തടവണം, മെല്ലെ മെല്ലെ തടവണം. കൂടെ തങ്കക്കാതുകൾ മെല്ലെ മെല്ലെ തടവണം, മെല്ലെ മെല്ലെ തടവണം. പിന്നെ കാൽത്തളീരുകൾ കഴുകി ശുദ്ധിയാക്കണം, കഴുകി ശുദ്ധിയാക്കണം. പിന്നെ കാൽത്തളീരുകൾ കഴുകി ശുദ്ധിയാക്കണം, കഴുകി ശുദ്ധിയാക്കണം. ശുദ്ധിയായി ശുദ്ധിയായി നാഥനെ വണങ്ങുവാൻ, നാഥനെ വണങ്ങുവാൻ. പോകയായി പോകയായി റബ്ബിനെ നമിക്കുവാൻ, റബ്ബിനെ നമിക്കുവാൻ. എന്തുണ്ട് മതവിധികൾ അനുഷ്ഠിച്ചുകൊണ്ട് ദീനിന്റെ സൽപാന്താവിൽ വളർന്ന പരിശുദ്ധയായ പെണ്ണിനെ പകരം വെക്കാൻ ദുനിയാവിൽ എന്തുണ്ട്? ലോകവനിതകളിൽ അല്ലാഹു പ്രഥമസ്ഥാനം നൽകിയ മനുഷ്യകുലം വാഴുന്ന ബീവിയതുണ്ട്. അവരുടെ മശ്ഹൂറാം പേരല്ലോ മറിയത്തു ബിൻതു ഇംറാൻ. ഫറോവത
കൂടാരത്തിൽ സർവസുഖങ്ങളും വെടിഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ഒരു ഗേഹത്തിനായി കേണിരുന്നാരാജ്ഞി. അവരുടെ മധുവൂറും പേരല്ലോ ആസിയ ബീവി. അറബി നാട്ടിൽ പണ്ടൊരിക്കല് പെണ്ണ് പിറന്നു പോയാൽ മുഖം ചുളിയണ്. എത്രയും വേഗം കുഴി കുഴിക്കണ്. പിന്നെ കുട്ടിയെ അതിലിട്ട് മൂടണ്. അജ്ഞത പേരണ നാട്ടില് ലോകത്തിനൊഴിയാൻ മുഹമ്മദ് പിറക്കണ്. ഇത് കാരണമായി സ്ത്രീജനം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കണ്. മക്കയിൽ നാട്ടിലെ പണ്ട് പെണ്ണു മുഖം ചുളിയാണ്. എത്രയും വേഗം കുഴി കുഴിക്കണ്. പിന്നെ കുട്ടിയെ അതിലിട്ട് മൂടണ്. റാച്ചൽ മെഹമൂദിൻ പിരിച്ചപ്പൂവ്. മക്കയിലെ മുശ്രിക്കുകൾ തന്റെ ബാപ്പയെ വല്ലാതെ ദ്രോഹിച്ചപ്പോൾ കരളുരുകി കരഞ്ഞിരുന്ന പെൺകിടാവിനെ ഓർക്കുന്നോ? അവൾ വീണ്ടും പറഞ്ഞിരുന്നു, ഉപ്പാന്റെ മരണത്തിനു ശേഷം എന്റെ ഉപ്പാക്കൊരിക്കലും വയറു നിറഞ്ഞിട്ടില്ലെന്ന്. കൂട്ടരെ ഓർത്തിടണേ, അവൾ ഫാത്തിമ ബീവിയാണെന്ന്. ഈ ഉപ്പ നമ്മുടെ തിരുദൂതർ മുഹമ്മദുമാണെന്ന്. മാളികയും പദവിയും വെടിഞ്ഞിട്ട് ഇസ്ലാമിൽ ചരിത്രം കുറിച്ച മണവാട്ടി നിന്റെ പേരല്ലേ മുസ്ലിം നാരികളിൽ ആദ്യത്തേത്. സ്വർഗത്തിൽ രാജാത്തി ജന്നത്ത് ഫിർദൗസിൽ ഹാജാത്തി. ശറഫുറ്റ തൃക്കല്യാണം അപ്പനെ വെപ്പിച്ചേ സൗഭാഗ്യ ഖദീജ ബീദ പോകുന്നേ. സഭയകെ മംഗല്യത്തിൽ ആശീർവദിക്കണേ. സൗഭാഗ്യ ഖദീജ ബീദ പോകുന്നേ. സഭയകെ മംഗല്യത്തിൽ ഞങ്ങളെല്ലാരും മർഹബ ഉരയുന്ന സ്വർഗം പുകി. ശറഫുറ്റ തൃക്കല്യാണം അപ്പനെ വെപ്പിച്ചേ സൗഭാഗ്യ ഖദീജ ബീദ പോകുന്നേ. സൗഭാഗ്യ ഖദീജ ബീദ പോകുന്നേ. നമുക്ക് പോകാം പാർക്കിലേക്ക് പോയിടാം. കളിച്ചിടാം അത് രസിച്ചിടാം. പിന്നെ ഈദ് സുദീനം ഇന്നല്ലോ. ഈദ് സുദീനം ഇന്നല്ലോ. ഇക്ക നമുക്ക് പോകാം പാർക്കിലേക്ക് പോയിടാം. കളിച്ചിടാം അത് രസിച്ചിടാം. പിന്നെ ഈദ് സുദീനം ഇന്നല്ലോ. പിന്നെ സുദീനം ഇന്നല്ലോ. വരുന്നു ഞാനും നിങ്ങളെ കൂടെ. എന്നോട് കയ്യിൽ പണമുണ്ട്. മടങ്ങിടുമ്പോൾ ഐസ്ക്രീം ഫാലുദ ഫ്രൂട്ട് സലാഡ് നുണച്ചിടാം. വരുന്നു ഞാനും നിങ്ങളെ കൂടെ. എന്നോട് കയ്യിൽ പണമുണ്ട്. മടങ്ങിടുമ്പോൾ ഐസ്ക്രീം ഫാലുദ ഫ്രൂട്ട് സലാഡ് നുണച്ചിടാം. ഇസ്ലാമിന്റെ ആഘോഷം അത് രണ്ടു പെരുന്നാള്. കളിച്ചിടാം അത് രസിച്ചിടാം. പിന്നെ ഈദ് സുദീനം ഇന്നല്ലോ. ഈദ് സുദീനം ഇന്നല്ലോ. ഇസ്ലാമിന്റെ ആഘോഷം അത് രണ്ടു പെരുന്നാള്. കളിച്ചിടാം അത് രസിച്ചിടാം. പിന്നെ ഈദ് സുദീനം ഇന്നല്ലോ. ഈദ് സുദീനം ഇന്നല്ലോ.
സോദര ഒറ്റയ്ക്കിങ്ങനെ ഈദുൽ അദ്ഹ സുദിനമിതിൽ കളിച്ചിടാം അത് രസിച്ചിടാം പിന്നെ പാർക്കിലേക്ക് പോയിടാം. എന്താ സോദര ഒറ്റയ്ക്കിങ്ങനെ ഈദുൽ അദ്ഹ സുദിനമിതിൽ കളിച്ചിടാം അത് രസിച്ചിടാം പിന്നെ ഈദ് സുദിനത്തിലേക്ക് പോയിടാം. പിരിഞ്ഞിട്ടാഴ്ചകളാൽ വീട്ടിലും ആരോഗ്യവുമായി മരുന്നിനുള്ള പണമോ ഇല്ല, പട്ടിണി മാറ്റാൻ ഗതിയില്ല. പട്ടിണി ഇന്ന് കെട്ടായി ഒട്ടും പൊട്ടും തിരിയാതെ ഉറ്റവരുടവരില്ലാതെ നട്ടം തിരിയുന്നൊറ്റക്കാൽ. പട്ടിണി ഇന്ന് കെട്ടായി ഒട്ടും പൊട്ടും തിരിയാതെ ഉറ്റവരുടവരില്ലാതെ നട്ടം തിരിയുന്നൊറ്റക്കാൽ. ഇക്കാ നമ്മുടെ കയ്യിലെ നോട്ടുകൾ മരുന്നിനായി നൽകിയിടാം. നമുക്ക് കൂടെ പോയിട്ടങ്ങനെ ചെയ്യാം തന്നാൽ കഴിയുമ്പോൾ, ചെയ്യാം തന്നാൽ കഴിയുമ്പോൾ. ഇക്കാ നമ്മുടെ കയ്യിലെ നോട്ടുകൾ മരുന്നിനായി നൽകിയിടാം. നമുക്ക് കൂടെ പോയിട്ടങ്ങനെ ചെയ്യാം തന്നാൽ കഴിയുമ്പോൾ, ചെയ്യാം തന്നാൽ കഴിയുമ്പോൾ. വരുവിൻ വരുവിൻ സോദരരെ, ഒന്നിച്ചൊന്നായി പടയണിയായി നല്ലതിനെല്ലാം മുന്നേറാം. ഭിന്നിപ്പില്ലാതൈക്യത്താൽ വരുവിൻ വരുവിൻ സോദരരെ, ഒന്നിച്ചൊന്നായി പടയണിയായി നല്ലതിനെല്ലാം മുന്നേറാം. ഭിന്നിപ്പില്ലാതൈക്യത്താൽ വരുന്നു ഞങ്ങൾ നിങ്ങളെ കൂടെ ആദ്വീപിൻ ധ്വജവാഹകരായി. വരുന്നു ഞങ്ങൾ നിങ്ങളെ കൂടെ ആതുര സേവന രംഗത്തും, ആതുര സേവന രംഗത്തും. വരുന്നു ഞങ്ങൾ നിങ്ങളെ കൂടെ തൗഹീദിൻ ധ്വജവാഹകരായി. വരുന്നു ഞങ്ങൾ നിങ്ങളെ കൂടെ ആതുര സേവന രംഗത്തും, ആതുര സേവന രംഗത്തും. മഹല്ല് സംഗമവേളകളിൽ പ്രതിജ്ഞ ചൊല്ലാം സോദരരെ, ഭിന്നിപ്പില്ലാതൈക്യത്താൽ ഒന്നിച്ചൊന്നായി മുന്നേറാം, ഒന്നിച്ചൊന്നായി മുന്നേറാം. മഹല്ല് സംഗമവേളകളിൽ പ്രതിജ്ഞ ചൊല്ലാം സോദരരെ, ഭിന്നിപ്പില്ലാതൈക്യത്താൽ ഒന്നിച്ചൊന്നായി മുന്നേറാം, ഒന്നിച്ചൊന്നായി മുന്നേറാം. മാനവൈക്യം പുലരട്ടെ, സാഹോദര്യം വളരട്ടെ, നമ്മൾക്കെല്ലാം മുന്നിൽ നിൽക്കാം. ദൈവം നമ്മെ തുണയ്ക്കട്ടെ, ദൈവം നമ്മെ തുണയ്ക്കട്ടെ. മാനവ ഐക്യം പുലരട്ടെ, സാഹോദര്യം വളരട്ടെ, നമ്മൾക്കെല്ലാം മുന്നിൽ നിൽക്കാം. ദൈവം നമ്മെ തുണയ്ക്കട്ടെ, ദൈവം നമ്മെ തുണയ്ക്കട്ടെ. അസ്സലാമു അലൈക്കും. റസൂലൻ അമീന ദലീലൻ മുബീന അതാനാ ബിത്വയ്യിബ ബശീറൻ മുജീബ. മർഹബൻ അഹ്ല ബസഹ്ല ബലൂഫ, മർഹബൻ അഹ്ല ബസഹ്ല
لبلوف يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله رسولا أمينا دليلا مبينا أتانا بطيبة بشيرا مجيبا كان نورا ساطعا فوق كل السامية كان نورا ساميا فوق كل السامية كان نورا جافيا فوق كل السامية كان نورا جافيا فوق النيدا عليه دوم صلاة الله نسلم لرسول الله عليه دوم صلاة الله نسلم لرسول الله مرحبا أهلا وسهلا بلوفا مرحبا أهلا وسهلا بلوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله رسولا أمينا دليلا مبينا أتانا بطيبة بشيرا مجيبا فوق كل ساميا فاز نورا شافيا كان قولا جاميا كان قوسيدا فوق كل ساميا فاز نورا شافيا كان قولا جاميا كان قوسيدا عليه دوم صلاة الله نسلم لرسول الله عليه دوم صلاة الله نسلم لرسول الله مرحبا أهلا وسهلا بلوفا مرحبا أهلا وسهلا بلوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله رسولا أمينا دليلا مبينا أتانا بطيبة بشيرا مجيبا لاح لوحا كاذبا ظهر كل السماء كان سيد الأنام خير خلق الله تما لاح لوحا كاذبا ظهر كل السماء كان سيد الأنام خير خلق الله تما عليه دوم صلاة الله نسلم لرسول الله عليه دوم صلاة الله نسلم لرسول الله مرحبا أهلا وسهلا بلوفا مرحبا أهلا وسهلا بلوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله رسولا أمينا دليلا مبينا أتانا بطيبة بشيرا مجيبا مرحبا أهلا وسهلا بلوفا مرحبا أهلا وسهلا بلوفا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا حبيب الله شكرا السلام عليكم وعليكم السلام الله ഇതാര് പൊന്നെ ഹലീമയാണോ ഇതാര് നിന്റെ ചെറുമകളോ നിന്റെ വിശേഷങ്ങൾ എന്ത് അല്ലാഹ് കേൾക്കാൻ കൊതി എന്നിലുണ്ട് പറയാൻ എനിക്കേറെയുണ്ട് നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട് കാര്യങ്ങളൊന്നും പറയണ്ട കാലിന് തീരെ സുഖമില്ല കാതും കണ്ണും നന്നല്ല കാര്യങ്ങൾ നോക്കാനാളില്ല
ഓള് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയതോ സുജി ഗുളിക വാങ്ങിക്കാൻ പോയതോ എന്റെ അസ്മാബി മോളുടെ കഷ്ടത ഏറെ അറിയുന്നോനല്ലാഹു മാത്രമാ. അല്ല ഇവിടുത്തെ അസ്മ മോളുടെ കാര്യം വല്ലതുമൊത്തുവോ? അന്ന് വന്ന മലപ്പുറത്തുകാർ പിന്നെ വല്ലതും പറഞ്ഞുവോ? സ്ത്രീധനമായി വല്ലതും കിട്ടാനായി അവര് തിരക്കിയോ? കൊടുക്കുവാൻ കഴിയാത്ത കാര്യം നിങ്ങൾ അവരെ അറിയിച്ചുവോ? ഉമ്മക്ക് ഭ്രാന്താണ്, കുട്ടി എത്തിയമാണ്, മുഖമോ കളർ പോരാ, ചോദിച്ച പൊന്നും പണ്ടങ്ങളും ഒപ്പിച്ചു നൽകുവാൻ ഞങ്ങളുമാരില്ല. ഇത്തരം വീട്ടിന്ന് കെട്ടുന്നു ദൂർത്തിട്ട് വല്ലാത്ത ഗതികേടാ, മുന്നോട്ട് മെച്ചമൊന്നുമില്ല എന്നു പറഞ്ഞവർ തെറ്റിപ്പിരിഞ്ഞതാ. വല്യമ്മ പോസിത്താതെ വരുന്ന പൊന്നമ്മായി, നമ്മുടെ പൊന്നാരമായി, ഈ വഴിയെല്ലാം നിങ്ങൾ മാറന്നമ്മായി. അല്ല ഇതാരിത് ഫൗസിമോളോ, നിന്നെ കണ്ടിട്ടൊരുപാട് നാളായല്ലോ, കോലവും തടിയൊക്കെ പോയല്ലോ, എന്റെ മോളാകെ മാറിപ്പോയല്ലോ. നെഞ്ചിനുള്ളിൽ തീയാണ്, രാത്രിയായാൽ ഭയമാണ്, ഉമ്മാക്ക് രോഗം കൂടാണ് അമ്മായി. അമ്മായി കഞ്ഞങ്ങാട്ടുണ്ടോരോ നല്ല ബീവിത്താത്ത, അലത്തു സൈനാനെ അവിടെ കൊണ്ടോയാലോ, കാലത്തോളം സൂചി വെച്ചിട്ടൊന്നും കാര്യമായി രോഗം മാറില്ലല്ലോ പാത്തുമ്മ. കുഞ്ഞാരലിമാ ഞാൻ മെല്ലെ പറഞ്ഞിടട്ടെ, ആരും മാറിയാതെ ബീവിയെ വരുത്തിയിടണം. അസ്മായും ഫൗസിയയും ഒന്നും മാറിഞ്ഞിടേണ്ട, അതിലൊന്നും വിശ്വാസം തീരെ അവർക്കിന്നില്ല. അന്നൊക്കെ നമ്മുടെ സൂക്കേട് മാറ്റി തന്നവരവരൊക്കെ അല്ലയോ, അവരുടെ മന്ത്രിച്ച നൂല് കെട്ടുമ്പോ എന്തോരാശ്വാസം തോന്നല. ഇന്നത്തെ പെണ്ണുങ്ങളെല്ലാരും കളിയാക്കുന്നു ബീവിയെ തങ്ങളെ, തട്ടിപ്പും വെട്ടിപ്പും എന്ന് പറഞ്ഞ് നാടു കടത്തുന്ന കൂട്ടരെ. അല്ല ബീവിയുടെ സ്ഥിതി എന്ത്? ആളുകളുടെ അഭിപ്രായമെന്ത്? എല്ലാരും അവിടെ പോകുന്നുണ്ടോ? അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്നുണ്ടോ? എല്ലാരും പറയണേ, എല്ലാരും പറയണേ നല്ലൊരു ബീവിയാണെന്ന്. ഓള് നല്ലൊരു ബീവിയാണെന്ന്. ഒന്നും പറയാതെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറയുമെന്ന്, കാര്യം അതുപോലെ നടക്കുമെന്ന്. ഉമ്മയല്ലേ എന്റെ പൊന്നുമ്മയല്ലേ, ഉമ്മച്ചിയെ തലോലിക്കണ പൊന്നുമോളിതാ. ഉമ്മച്ചിയുടെ പൊന്നുമോള് നീട്ടിടും സമ്മാനം വാങ്ങി എന്റെ ഉമ്മയൊന്ന് കഴിച്ചിടണേ.
Ya Allah, Ya Allah, Ya Karim, Ya Allah, Ya Allah, Ya Rabb, Ya Karim, Ya Jabbar, Ya Allah, Ya Allah, Ya Allah, Ya Karim, Ya Jabbar, Ya Allah, Ya Allah, Ya Allah. പുറമെയാരോരപരിചിത സ്ത്രീ വന്നിരിക്കുന്നു, തലയിലൊരു വലിയ കെട്ട് വെച്ചിരിക്കുന്നു, ഒരു കയ്യിലൊരു ജപമാല പിടിച്ചിരിക്കുന്നു, മറു കയ്യിലൊരു സഞ്ചി മോശം ഇരിക്കുന്നു. ആരു നീ, എവിടുന്നാണ്, നിന്റെ പേര് പറയാമോ, നിന്റെ നാടെവിടെ, നിന്റെ വീടെവിടെ, നിൻമുഖമൊന്നു കാണാമോ. Ya Allah, Ya Allah, Ya Karim, Ya Karim, Ya Karim, Ya Allah, Ya Allah. അല്ലാഹ് അയച്ചതാണ് ഇങ്ങോട്ട്, അറിഞ്ഞു ഞാൻ ഇവിടുത്തെ സ്ഥിതി എങ്ങോട്ട്, അകത്തുള്ള ഉമ്മാനെ കൊണ്ടുവരൂ, അവരെ ചികിത്സിക്കാൻ വന്നവർ നാം. Ya Allah, Ya Allah, Ya Karim, Ya Allah, Ya Allah. Ishfum, Ishfum, Ishfum. Ya Allah, Ya Allah, Ya Rabb. Ya Rabb, sangali mani 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 mani. Ya Allah, Ya Allah. അഞ്ചാറ് കൊല്ലമായി നെഞ്ചുരുകിക്കൊണ്ട് ഞങ്ങൾ കരയുന്നു, ജീവിക്കാൻ എന്റെ ഈ പുന്നാര മോളുടെ ജീവിതം കഷ്ടത്തിലാകുന്നു, പുതിയ പ്രമരിച്ചതിന് ശേഷം എൻ മോളുടെ മനസ്സു തകരുന്നു, എന്റെ ഈ പ്രായം തികഞ്ഞുള്ള മക്കളുടെ സ്ഥിതി ദുരിതത്തിലാകുന്നു, പിന്തുണയില്ല, ശരിയില്ല, പൊട്ടിച്ചിരിയാണ് എന്നും ചിരിയും കരത്തിലും ഒത്തും മയോടി നടപ്പാണ്, പണ്ടത്തെ കാര്യങ്ങൾ ഓരോന്നായി ഇവളുടെ ഓർമ്മയിലെത്തുന്നു, എപ്പോഴും പലതും പറഞ്ഞവൾ ഞെക്കി തിരിണ്ടും നടക്കുന്നു. യാ 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 ജിന്നബാധയാണിത്, ജിന്നബാധയാണിത്, ജിന്നബാധയാണിത് മോളെ, ജിന്നിനെ ഒഴിപ്പിക്കാൻ വഴിയുണ്ട് മോളെ, കോഴിമുട്ട വേണം, തേങ്ങയൊന്ന് വേണം, പണമായി 1000 തരേണം, എല്ലാം വേഗം വന്ന് കൊണ്ടു തരുമോളെ. യാ 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 Ishfu, Ishfu. Ya Rabbun sangadi mane 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 mane. Ya Allah, Ya Allah. ദിവസം 2 കഴിഞ്ഞിടുമ്പോൾ ജിന്ന് പോയി മറയും, ദുരിതം നീങ്ങി വരും ദിനങ്ങൾ സന്തോഷം കൊണ്ട് നിറയും, മിനിറ്റ് 10 കഴിഞ്ഞിടുമ്പോൾ ഉമ്മക്ക് ബോധം തെളിയും, അസുഖം നീങ്ങി പണ്ടത്തെ പോലെ ജീവിതം ഒന്ന് അണയും. യാ യാ യാ
ചോദിക്കാൻ ഇനിയേറെ പേരുത്തുണ്ടൻ ബീവിത്താത്ത, ഞങ്ങളുടെ കഥയൊന്ന് കേൾക്കേ നിങ്ങൾ. പ്രായം തികഞ്ഞു നിൽക്കും കുട്ടികളെ കെട്ടിക്കാനായി പൊന്നും പണമില്ല ഞങ്ങൾക്ക്. യാ 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 റബ്ബ് യാ യാ റബ്ബ് യാ റബ്ബ് സംഗതി ഒരു കൊട്ട പൊന്നുണ്ടാക്കാം, നിധിയുണ്ടാക്കാം, മൺകുടം നിറയെ. അതിനായി മടി കൂടാതെ ഒത്തിരി പൊന്നു തരൂ. ഭയം വേണ്ട, കാതിലെ മോതിരമുള്ളത് മാത്രം അയച്ചിതിലിട്ടാൽ വൈകാതെ മൺകുടം നിറയെ പൊന്നാക്കി തന്നിടാം. ഭയം വേണ്ട, കാതിലെ മോതി ഉള്ളത് മാത്രം അയച്ചിതിലിട്ടാൽ വൈകാതെ മൺകുടം നിറയെ പൊന്നാക്കി തന്നിടാം. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് സംഗതി എല്ലാരും മായത്തൊതിയിരുന്നിടണം, കണ്ണുകൾ തുറക്കാതെ അടച്ചിടണം. മണിയടി കേട്ടാൽ നിങ്ങൾ വേഗം എഴുന്നേൽക്കണം, മൺകൂടം തുറന്നിട്ട് സ്വർണമെടുക്കണം. കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി, ഉള്ളതും പോയി നാം ശൂന്യമായി. അസ്സലാമലൈക്കും. അതൊരു മെയ് മാസമായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അവധിയിൽ. അവന്റെ കൂട്ടുകാരെല്ലാം ആഹ്ലാദത്തിൽ നൃത്തമാടുമ്പോൾ ആ 8ാം ക്ലാസ്സുകാരൻ നിന്നത് തികച്ചും ഒരു മനസ്സിനും താങ്ങാൻ കഴിയാത്ത, ഒരു മനസ്സും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചോദ്യത്തിന് മുന്നിലായിരുന്നു. പരീക്ഷയിൽ 1ാം സ്ഥാനം നേടി കലാകായിക മത്സരങ്ങളിൽ മുന്നേറിയ ആ 13 വയസ്സുകാരൻ സ്കൂളിലെ അധ്യാപകരുടെ കണ്ണിലുണ്ണിയായിരുന്നു. പക്ഷേ പൊടുന്നന്നെ അവൻ എന്തൊക്കെയോ കടന്നു പിടിച്ചു. സിനിമയും പാട്ടുമെല്ലാം നിത്യജീവിതത്തിലെ വിനോദമായി മാറി. ജീവിതം അവനു മടുത്തു. എല്ലാത്തിനോടും വിരക്തി തോന്നി. സർവലോകരക്ഷിതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തിൽ ഞാൻ നന്ദി കേടു കാണിക്കുകയാണോ എന്ന ചോദ്യം അവനെ വേവലാതിപ്പെടുത്തി. അവൻ ആകെ ക്ഷീണിതനായി. മിനിറ്റുകൾ മണിക്കൂറുകളായും മണിക്കൂറുകൾ ദിവസങ്ങളായും കടന്നുപോയി. ദിനേന അവന്റെ പഠന നിലവാരം കുറയുകയായിരുന്നു. ഫസ്റ്റ് ബെഞ്ചിൽ നിന്നും അവസാന ബെഞ്ചിലേക്ക് അവൻ ഒതുങ്ങിക്കൂടി. പരീക്ഷയിൽ ഒതുങ്ങിക്കൂടി. കലാകായിക മത്സരങ്ങൾ ഒതുങ്ങിക്കൂടി. അവൻ ഒട്ടേറെ ഒതുങ്ങിക്കൂടി. കലാകായിക മത്സരങ്ങളിൽ മുന്നേറി. അവനെല്ലാം നല്ലൊരു ചിന്ത വന്നിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും അവന്റെ മനസ്സ് തകർന്നുകൊണ്ടേയിരുന്നു. എല്ലാത്തിനും മൗനമായിരുന്നു അവന്റെ ഉത്തരം. എല്ലാവരും അവനോട് കാര്യങ്ങൾ എന്തെന്ന് അന്വേഷിച്ചു. പക്ഷെ എല്ലാത്തിനും മൗനമായിരുന്നു അവന്റെ ഉത്തരം. കോടതി വരാതെയുടെ മുന്നിൽ മോനെ എന്ന മളിയുമായി പിതാവ്
കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മാതാവ്. കോടതി അഭിഭാഷകന്റെ ചോദ്യം: നിനക്കാരുടെ കൂടെ പോകണം, ഉപ്പയുടെയോ ഉമ്മയുടെയോ? നിനക്കു തീരുമാനിക്കാം. ഇത്രയും നാൾ അവൻ ഭയത്താൽ പ്രതീക്ഷിച്ച ചോദ്യം, ഇത്രയും നാൾ ഉത്തരം കിട്ടാത്ത ചോദ്യം. ആരോടൊപ്പം ഞാൻ? മാസങ്ങളോളം ഗർഭം ചുമന്ന് വേദന സഹിച്ചു തന്നെ പ്രസവിച്ച് ഊണവും മുറുക്കവും ഒഞ്ഞു തന്നെ വളർത്തിയ മാതാവിന്റെ കൂടെയോ, അതോ തനിക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും വാങ്ങിച്ചു തന്ന് തന്നെ വളർത്തിയ പിതാവിന്റെ കൂടെയോ? ആരെ ഞാൻ തിരഞ്ഞെടുക്കും? അവന്റെ ഒരു ഭാഗത്തു നിൽക്കുന്ന മാതാവിനെയും പിതാവിനെയും അവൻ മാറി മാറി നോക്കി. കോടതി അഭിഭാഷകൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. എനിക്ക് 2 പേരെയും വേണം, അവൻ ഉറ്റ ശ്വാസത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു. അവന്റെ കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. പക്ഷേ ആ മാതാപിതാക്കൾ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, സാധ്യമല്ല. അത് കേട്ട മകൻ നെടുവീർപ്പിട്ടു. ഇത്രയും ക്രൂരമാണോ ഇവരുടെ മനസ്സ് എന്ന ചോദ്യം അവന്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങി. കോടതി അഭിഭാഷകൻ ചോദ്യം വീണ്ടും അവസാനമായി ആവർത്തിച്ചു. നിനക്കാരുടെ കൂടെ പോകണം? മറ്റൊന്നും അവൻ ആലോചിച്ചില്ല. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആദ്യത്തെ 3 സ്ഥാനവും ഉമ്മക്കാണ്. അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ കൂടെ പോകുന്നു. പക്ഷേ ഉപ്പയോട് എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ ഇന്നു മുതൽ ഞാൻ സ്നേഹിക്കുന്നത് ഈ ഉപ്പയോ ഉമ്മയോ അല്ല, മറിച്ച് എന്റെ റബ്ബിനെയാണ്, എന്റെ മുത്തു റസൂലിനെയാണ്. മാതാപിതാ ബന്ധത്തിനു മുന്നിൽ തകർന്നു പോയ ആ കുരുന്നു പൈതലിന്റെ മനസ്സിനെ ഈ സദസ്സിന് മുന്നിൽ ബാക്കിയാക്കിക്കൊണ്ട് ഞാൻ ഈ കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. Loving grandpas, grandmas, parents, brothers and sisters, Assalamu alaikum. As a great man, for we, the members of Kakoji Mahal family, it's really nice to sit together and share. We are fortunate to be here and the shade of Islam is what has all been to raise success. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കക്കോടി മഹലിലെ എല്ലാ അംഗങ്ങൾക്കും ഇതൊരു ആനന്ദ നിർഭരമായ നിമിഷമാണ്. ഒത്തൊരുമിച്ചിരിക്കാനും പങ്കുവയ്ക്കാനും കഴിയുക എന്നത് വളരെ രസകരമായ ഒരു കാര്യം തന്നെയാണ്. അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ കീഴിൽ യഥാർത്ഥ വിജയത്തിലേക്കുള്ള ഒരേ ഒരു വഴിയായ ഇസ്ലാമിന്റെ തണലിൽ ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയ നമ്മൾ വളരെ അനുഗ്രഹീതരാണ് എന്നാണ് മാഡം പറയുന്നത്. Let's think about how lucky we are being a Muslim. When I think of Islam and its principles, I became proud being a Muslim and slave under the feet of Allah, the most gracious and the most merciful. ഒരു നിമിഷം ചിന്തിക്കാം, മുസ്ലിമായി ജനിച്ച നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇസ്ലാമിനെ കുറിച്ചും അതിന്റെ തത്വങ്ങളെ കുറിച്ചും ചിന്തിക്കുമ്പോൾ മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതോടൊപ്പം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ കാൽപാദത്തിൽ എളിമയുള്ള ഒരു അടിമയുമാകുന്നു എന്നാണ് മാഡം പറയുന്നത്. Islam is not a religion, but a flag. It shows us the path to live. That is, how to talk, how to walk, and how to behave, and what not. Islam teaches to love, to care, to be kind and truthful. It enables the blessed to go ahead without any disappointment. ഇസ്ലാം വെറും ഒരു മതം മാത്രമല്ല, ജീവിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, എന്തിനധികം എല്ലാ കാര്യങ്ങളും ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്നു. സ്നേഹിക്കാനും സംരക്ഷിക്കാനും കരുണയുള്ളവരും സത്യസന്ധനുമാവാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. യാതൊരു നിരാശയുമില്ലാതെ മുന്നോട്ടു പോകാനുള്ള വിശ്വാസവും ഇസ്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നു. We the Muslims have hope and expectation. Let's to know and love Allah. Love towards Allah leads even the angelic world. നമ്മൾ മുസ്ലിങ്ങൾക്ക് ധാരാളം
പ്രതീക്ഷകളും പ്രത്യാശകളുമുണ്ട്. നമുക്ക് അള്ളാഹുവിനെ അറിയാനും സ്നേഹിക്കാനും ശ്രമിക്കാം. അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കും. ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾ എല്ലാവരും ധൃതിപ്പെടുക. കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. തിന്മകളോട് വിട പറയുക. So hurry up to reach our aim. Let's hasten to do good things. Let's goodbye to the evil. Try to control ourselves for a better future. A future which is filled with happiness and joy. Let me conclude. Thank you very much for your support and encouragement. May Allah hold us the righteous path, the path of Islam. Ameen. Assalamu alaikum. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ഭാവിക്കായി നിങ്ങൾ നിയന്ത്രിക്കുക. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും ശരിയായി